അങ്ങനെ നമ്മുടെ LDC എറണാകുളത്തിന്റെ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിനി എന്തായാലും ലിസ്റ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. നമ്മുടെ KSന്റെ നോട്ടിഫിക്കേഷനും വരുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ LDC എറണാകുളത്തിന്റെ കാര്യം നോക്കാം. അപ്പൊ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ KFPSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിനകത്ത് തന്നെ ഇതിന്റെ PDF കൂടി ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും എറണാകുളം ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 2000-ഓളം ആൾക്കാർ വരുന്ന ഒരു മെയിൻ ലിസ്റ്റാണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വന്ന ബാക്കി ലിസ്റ്റുകൾ കൂടി ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ മെയിൻ ലിസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 987 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ്, 1037 പേരുടെ സപ്ലിമെന്ററി, 40 പേർ ഡിഫറെന്റ് ലേബിൾഡ്, ആകെ മൊത്തത്തിൽ 2064 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് നമുക്ക് എറണാകുളത്തിനകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് കേരള PSC നിശ്ചയിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 67.67 ആണ് കേട്ടോ. അപ്പൊ എറണാകുളം ജില്ലയുടെ 67.67 ആണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ 5 ജില്ലകളാണ് വന്നിട്ടുള്ളത്. എറണാകുളം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 67.67 ആണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ കാസർഗോഡ് 59.33, തിരുവനന്തപുരം 72.67, പാലക്കാട് 64, കണ്ണൂർ 87. ഇപ്പൊ നിലവിൽ വന്നതിൽ ഏറ്റവും കൂടിയ കട്ട് ഓഫ് ഉള്ളത് തിരുവനന്തപുരത്താണ് 72.67. ഏറ്റവും കുറവ് വന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂരാണ് 87 ആണ് കേട്ടോ. അപ്പോൾ ഈ കട്ട് ഓഫ് കൂടുന്നതും കുറയുന്നതനുസരിച്ച് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും LDCയുടെ ഇത്രയും ലിസ്റ്റുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും ഒക്കെ വന്നാലും ഉടനെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ PDF കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഒന്നിൽ നിങ്ങൾ ടെലഗ്രാം ചാനൽ എടുത്തതിന് ശേഷം അതിൽ KFPSC എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, അതിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.